എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഗുണനവും ഹരണവും, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ഉണ്ട് അല്ലേ? അതായത് ഇപ്പൊ നോക്കിയാൽ വേഗം ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. ഒരു സംഖ്യയോട് കൂടി ഇപ്പോൾ ഉദാഹരണത്തിന് 15 കൂട്ടി. അപ്പൊ നമ്മൾ അറിയാത്ത സംഖ്യ എക്സ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ എക്സിന്റെ കൂടെ 15 കൂട്ടി അല്ലെ. അപ്പൊ ഒരു സംഖ്യയോടുകൂടി 15 കൂട്ടിയപ്പോൾ നമുക്കൊരു 90 കിട്ടി, 90 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? അപ്പൊ എക്സിന്റെ കൂടെ 15 കൂട്ടിയപ്പോൾ 90 കിട്ടി. അപ്പൊ നാം ഈ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഈസ് ഈക്വൽ ടു ഈ 90 അതേ രൂപത്തിൽ എഴുതി അല്ലെ, അതേപോലെ തന്നെ എഴുതി. പിന്നെ എന്ത് വേണം? ഈ പ്ലസ് 15 ഇങ്ങോട്ട് പോകുമ്പോൾ -15 ആയി അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 75 ഉത്തരം കിട്ടി അല്ലെ. ഇപ്പൊ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം. പിന്നെ എന്ത് നാം പറഞ്ഞു? പിന്നെ ഒരു സംഖ്യ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു സംഖ്യയിൽ നിന്ന് ഇപ്പൊ 16 കുറച്ചപ്പോൾ 50 കിട്ടി അല്ലെ. അപ്പൊ ഒരു സംഖ്യയിൽ നിന്ന് നാം 16 കുറയ്ക്കുന്നു. അപ്പൊ എക്സിൽ നിന്ന് നാം 16 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 50 കിട്ടി. എക്സിൽ നിന്ന് 16 കുറച്ചു, ഒരു സംഖ്യയിൽ നിന്ന് 16 കുറച്ചപ്പോൾ 50 കിട്ടി. അപ്പൊ എക്സ് മൈനസ് 16 ഈസ് ഈക്വൽ ടു 50. അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ എക്സ് ഈസ് ഈക്വൽ ടു 50 എഴുതി. പിന്നെ നോക്കിയേ -16 അല്ലെ. അപ്പൊ ചിഹ്നം നമ്മൾ മാറും എന്ന് പറഞ്ഞു, +16 അല്ലെ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ മൈനസ് ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും, പ്ലസ് ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും അല്ലെ. അപ്പൊ നമുക്ക് 50ഉം 16ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 66 കിട്ടി. ഓക്കെ അല്ലെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചല്ലോ. ഇനി ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാൻ പോണ്. ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 10 കിട്ടി. മനസ്സിലായ? ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു. ഇവിടെ എനിക്ക് സംഖ്യ ഏതാണെന്ന് അറിയില്ല, ഏതോ ഒരു സംഖ്യ, അതിനെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ എനിക്ക് 10 കിട്ടി. അപ്പൊ ഏതാണ് ആ സംഖ്യ? അപ്പൊ നമുക്ക് വേഗം ഉത്തരം കിട്ടും അല്ലെ. നോക്കിയ ഏത് സംഖ്യ 2 കൊണ്ട് ഗുണിച്ചാലാ 10 കിട്ടുക? നമുക്കറിയാം 5ന് അല്ലെ. 5ന് 2 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. അപ്പൊ ഉത്തരം നമുക്കറിയാം 5 ഉത്തരം എന്നറിയാം. ഏത്? ഈ സംഖ്യ 5 അറിയാം. അപ്പൊ 5ന് 2 കൊണ്ട് ഗുണിച്ചാൽ 10 അല്ലെ. അത് നമുക്ക് എളുപ്പം അറിയാം. നാം ഇവിടെ എന്താണ് ചെയ്തത്? ഈ 5 ഉത്തരം കിട്ടാൻ നാം എന്ത് ചെയ്തു? 5 കിട്ടിയത് നമുക്ക് 10നെ 2 കൊണ്ട് നാം ഡിവൈഡ് ചെയ്തു അല്ലെ. 10നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 5 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി, അത് ശരിയാണ്. പക്ഷേ നാം എന്താണ് ചെയ്തത്? ഈ 5 കിട്ടാൻ നാം 10നെ 2 കൊണ്ട് ഹരിച്ചപ്പോഴാണ് നമുക്ക് 5 കിട്ടിയത്. അപ്പൊ അത് നമുക്ക് ഇതേ രൂപത്തിൽ എങ്ങനെ എഴുതാം? ഏതോ ഒരു സംഖ്യ, അപ്പൊ സംഖ്യയെ നാം എക്സ് എന്ന് കൊടുത്തു, 2 കൊണ്ട് ഗുണിച്ചു. ശ്രദ്ധിക്കുക, 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എക്സ് ഇൻറ്റു 2 അല്ലെ. അപ്പൊ നമ്മുടെ 2 കൂട്ടി എന്ന് 15 കൂട്ടി അല്ലെങ്കിൽ 16 ഇതിൽ നിന്ന് കുറച്ചു എന്ന് പറയുന്ന പോലെ തന്നെ എക്സിനെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ, അപ്പൊ എക്സിനെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. കണ്ടില്ലേ? അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതി, എക്സ് ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 10. ഇനി എക്സ് കിട്ടാൻ നാം എന്ത് ചെയ്തു? എക്സ് ഈസ് ഈക്വൽ ടു 10. കണ്ട, ഇനി ശ്രദ്ധിക്കുക, 10 ഇവിടെ ഇൻറ്റു 2 വന്നു കഴിഞ്ഞാൽ നാം എന്ത് വേണം? ഈ സമചിഹ്നത്തിന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു എന്നുള്ളത് ഗുണിക്കണം എന്നുള്ളത് എന്തായി മാറും? ഹരിക്കണം എന്നായി മാറും. അപ്പൊ 10/2 ഈക്വൽ ടു 5. കണ്ട, അപ്പൊ നാം ഇവിടെ എന്താണ് ചെയ്തത്? അപ്പൊ ഗുണിക്കൽ വരുമ്പോൾ ഈ സമചിഹ്നത്തിന് ഇപ്പുറത്തേക്ക് നാം കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും? അത് ഹരിക്കലായി മാറും, ഡിവിഷനായി മാറും. ഇവിടെ പ്ലസ് മൈനസ് ആവും, കൂട്ടൽ കുറയ്ക്കലാവും, കുറയ്ക്കൽ കൂട്ടലാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇനി ഇവിടെയോ ഗുണിക്കൽ എന്ന് പറയുന്നത് എന്തായി മാറും? ഹരിക്കലായി മാറി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഉത്തരം കിട്ടി. ഇനി ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 20 കിട്ടി. ഏതാണ് സംഖ്യ? അപ്പൊ ഒരു സംഖ്യ എക്സ്, അതിനെ നാം 4 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 20 കിട്ടി. അപ്പൊ എക്സ് തന്നെ കണ്ടുപിടിക്കും. എക്സ് ഈസ് ഈക്വൽ ടു, പിന്നെ നമുക്ക് വേഗം ഇങ്ങോട്ട് ചെയ്യാം അല്ലെ. 20 എഴുതി. ഇനി എന്ത് വേണം? ഇൻറ്റു 2 അല്ലെ. എക്സ് ഇൻറ്റു 4 അല്ലെ. അപ്പൊ ഇവിടെ ഇൻറ്റു ആണ്. അപ്പൊ ഇൻറ്റു എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും? ബൈ ആയി, /4. 20/4 ഈസ് ഈക്വൽ ടു 5. അപ്പൊ നോക്കിയേ, 5നെ 4 കൊണ്ട് ഗുണിച്ചാൽ 5 × 4 20. അപ്പൊ ഇത് മനസ്സിലായല്ലോ, തെറ്റിക്കാൻ പാടില്ല. അപ്പൊ ഇതും നമുക്ക് നല്ലവണ്ണം മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ വേറൊരു ചോദ്യം എഴുതാൻ പോണ്. ഒരു സംഖ്യയെ, ഏതോ ഒരു സംഖ്യ, ഈ സംഖ്യയെ ഞാൻ 2 കൊണ്ട് ഹരിച്ചു. 2 കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് ഉത്തരം 50 കിട്ടി, 50 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും സംഖ്യ? അപ്പോൾ നമുക്കറിയാം 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ പകുതിയാണ് അല്ലേ. ഏത് സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ്? ആ സംഖ്യയുടെ പകുതിയാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പൊ ഏതോ ഒരു സംഖ്യയെ നാം 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞപ്പോൾ 50 കിട്ടി. അതായത് ഏത് സംഖ്യയുടെ പകുതിയാണ് 50? 100ന്റെ പകുതി അല്ലേ. അപ്പൊ നമുക്കറിയാം 100 ഉത്തരം. 100നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് 50 ഉത്തരം കിട്ടുക അല്ലേ. ശരിയാണല്ലോ. അപ്പൊ നാം ഇവിടെ എന്ത് ചെയ്തത്?
ഇവിടെ എന്ത് ചെയ്തു നമ്മൾ? ഈ 100 നമുക്ക് എങ്ങനെ കിട്ടിയത്? നമുക്കിവിടെ പെട്ടെന്ന് ഉത്തരം നാം പറഞ്ഞു. പക്ഷെ എങ്ങനെ നമുക്ക് കിട്ടിയത്? 50നെ 2 കൊണ്ട് ഗുണിച്ചു അല്ലെ? ഇതാണ് നാം ചെയ്തത്. അപ്പൊ 50നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 100 കിട്ടി. അപ്പൊ നമുക്ക് ഇതേപോലെ ഇക്വേഷനിൽ എന്ന് എഴുതി നോക്കാം. ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചു അല്ലെ? അപ്പൊ എക്സ് ഒരു സംഖ്യ, അതിനെ നാം 2 കൊണ്ട് ഹരിച്ചു. ഹരിക്കണം 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഉത്തരം 50 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? എക്സ് കണ്ടുപിടിക്കണം. ഇവിടെ എന്ത് ചെയ്തു നമ്മള്? ഇവിടെ 50നെ 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് ഉത്തരം 100 കിട്ടി അല്ലെ? അപ്പൊ ഉത്തരം ഇവിടെ 100 കിട്ടി. അപ്പൊ നോക്കിയേ, 100നെ 2 കൊണ്ട് ഹരിച്ചാൽ 50 കിട്ടി. അപ്പൊ ഇവിടെ നാം എന്ത് ചെയ്തു? ഹരിക്കണം എന്നുള്ളത് ഈ സമചിഹ്നത്തിന് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഗുണിക്കലായി മാറി. ഹരണം എന്നെന്തായി മാറി? ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയി മാറി. കണ്ടില്ലേ? അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ സമചിഹ്നത്തിന് ഇപ്പുറത്ത് ഗുണിക്കലാണെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കലാകും, ഹരിക്കലാണെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കലാവും. മനസ്സിലായല്ലോ? അപ്പൊ ഹരിക്കലും ഗുണിക്കലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇവിടെ കൂട്ടലും കുറയ്ക്കലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ക്ലിയർ ആയല്ലോ? അപ്പൊ തെറ്റിക്കാൻ പാടില്ല. ഇതേപോലെ വന്നു കഴിഞ്ഞാൽ, ഗുണിക്കൽ വന്നു കഴിഞ്ഞാൽ സമചിഹ്നത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് ഹരിക്കലായി മാറും. ഹരിക്കലാണെങ്കിൽ സമചിഹ്നത്തിന് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗുണിക്കലായി മാറും അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ഒക്കെ എന്തായി മാറും? ചിഹ്നം മാറും. അത് ഗുണിക്കൽ ഹരിക്കലാവും, ഹരിക്കൽ ഗുണിക്കലാവും, കൂട്ടൽ കുറയ്ക്കലാവും, കുറയ്ക്കൽ കൂട്ടലാവും. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിയാണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 80 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യം നോക്കി. അപ്പൊ ചോദ്യം എപ്പോഴും നല്ലവണ്ണം ശ്രദ്ധിച്ച് വായിക്കണം. എന്താണ് ചോദ്യം? ദി സാലറി ഓഫ് ദി മാനേജർ ഓഫ് എൻ ഓഫീസ് ഈസ് 5 times ദി സാലറി ഓഫ് പിയൂൺ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ഓഫീസിലെ മാനേജർക്ക് അല്ലെ, മാനേജർക്ക് അവിടുത്തെ പിയൂണിനേക്കാൾ എത്ര ഇരട്ടി ശമ്പളം ഉണ്ട്? 5 ഇരട്ടി ശമ്പളം കിട്ടും. അപ്പൊ പിയൂണിന് കിട്ടുന്ന ശമ്പളത്തിന്റെ 5 ഇരട്ടി ആർക്ക് കിട്ടും? മാനേജർക്ക് കിട്ടും അല്ലെ? ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി മാനേജർ ഗെറ്റ്സ് 75,000 rupees എ മന്ത്. മാനേജർക്ക് എത്ര പൈസ കിട്ടുന്നുണ്ട് ഒരു മാസം? 75,000 രൂപ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡസ് ദി പിയൂൺ ഗെറ്റ്? പിയൂണിന് എന്ത് ശമ്പളം കിട്ടും? മനസ്സിലായല്ലോ? അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പിയൂണിന്റെ 5 ഇരട്ടി ശമ്പളം ആർക്ക് കിട്ടുന്നുണ്ട്? മാനേജർക്ക് കിട്ടുന്നുണ്ട്. ആ ശമ്പളം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിയൂണിന് എത്ര ശമ്പളം കിട്ടുമെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? പിയൂണിന്റെ ശമ്പളമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അതിന് നാം എന്തെന്ന് കൊടുക്കുക? എക്സ് ആണെന്ന് നമുക്ക് കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ പിയൂണിന്റെ ശമ്പളം എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എഴുതാം സാലറി ഓഫ് പിയൂൺ. അപ്പൊ നോക്കിയാൽ മലയാളം മീഡിയക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മലയാളത്തിൽ പറയുന്നത്. ഓരോന്ന് എഴുതുമ്പോൾ അതിന്റെ മലയാളത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മലയാളത്തിലുള്ളത് എഴുതാം. നമുക്ക് 2 എഴുതുവാനുള്ള സമയം കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളത് പ്രത്യേകം നിങ്ങളത് പരിഗണിച്ചിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ആ മലയാളത്തിൽ പറയും, അപ്പൊ അതേ രൂപത്തിൽ എഴുതി വെക്കാം. അപ്പൊ സാലറി ഓഫ് പിയൂൺ, അതായത് പിയൂണിന്റെ ശമ്പളം നാം എന്ത് വിചാരിച്ചു? എക്സ് ആണെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് മാനേജറുടെ ശമ്പളം തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതേപോലെ എഴുതാം. സാലറി ഓഫ്, ഇതേ രൂപത്തിൽ എഴുതാം. മാനേജർ, അതായത് മാനേജറുടെ ശമ്പളം എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ? എത്രയാണ്? 75,000 രൂപ അല്ലേ? അപ്പൊ 75,000 അല്ലേ? 75,000. ഇനി ശ്രദ്ധിക്കാം, ഈ പിയൂണിന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ് മാനേജറുടെ ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ പിയൂണിന്റെ ശമ്പളം എക്സ് ആണ്. എക്സിന്റെ 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 5 കൊണ്ട് ഗുണിക്കണം അല്ലെ? ഇപ്പൊ നമുക്ക് നോക്കിയാൽ 2ന്റെ 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 × 5 10 അല്ലെ? അപ്പൊ നമ്മൾ എത്രയോ ഇരട്ടി എന്ന് പറഞ്ഞാൽ ആ സംഖ്യ കൊണ്ട് നമ്മൾ ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെ പിയൂണിന്റെ ശമ്പളം എക്സ് ആണ്. എക്സിന്റെ 5 ഇരട്ടിയാണ് ഈ ശമ്പളം അല്ലെ? ഈ മാനേജർക്ക് കിട്ടുന്ന ശമ്പളം. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം? ഈ പിയൂണിന്റെ കിട്ടുന്ന ശമ്പളം എക്സ് ആണ്. എക്സിനെ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാനേജർക്ക് കിട്ടുന്ന ശമ്പളം കിട്ടും അല്ലെ? മാനേജർക്ക് എത്രയാണ് ശമ്പളം കിട്ടുന്നത്? 75,000 രൂപ. അപ്പൊ എക്സ് × 5 = 75,000. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് = നാം പറഞ്ഞു ഗുണിക്കൽ എന്തായി മാറി? ഇങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കലായി മാറും അല്ലെ? അപ്പൊ 75,000 ഇവിടെയുള്ളത് അതേപോലെ എഴുതി. ബൈ ഇൻറ്റു എന്നുള്ള എന്തായി മാറി? ഹരിക്കണം 5. കണ്ടില്ലേ? നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇത്തരം ചോദ്യങ്ങളൊക്കെ. അപ്പൊ 75,000 ഹരിക്കണം 5. നമുക്ക് നോക്കിയാൽ ആദ്യം 75നെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാം.
അപ്പോൾ 75നെ 5 കൊണ്ട് എങ്ങനെ ഹരിക്കുക? 75 ഹരിക്കണം 5 അല്ലേ? 7 ഒരു പ്രാവശ്യം 1 × 5 5, ബാക്കി 2 5 അരക്കിട്ടു. 25 5 5 പ്രാവശ്യം 5 × 5 25. അപ്പോൾ നോക്കിയാൽ 75നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടി. ഇനി എത്ര പൂജ്യം ഉണ്ട്? 1 2 3 പൂജ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി x = 15,000. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാലറി ഓഫ് പിയൂൺ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം സാലറി ഓഫ് പിയൂൺ. അതായത് പിയൂണിന് കിട്ടുന്ന ശമ്പളം എത്രയാണ്? 15,000 രൂപ. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാലോ. Some friends went for a trip and decided to divide equally among them the 12,500 rupees they had spent. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് കുറച്ച് കൂട്ടുകാർ കൂടി എന്ത് ചെയ്തു? ഒരു ട്രിപ്പിന് അല്ലെ, ഒരു വിനോദയാത്രയ്ക്ക് പോയി. അപ്പോൾ അവിടെ ചെലവായ തുക, നാം സാധാരണ ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂറിന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൊത്തം എത്രയാണ് ചെലവായത് ആ തുക നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെ, എന്നിട്ട് ഓരോരുത്തർ അത്ര എടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ചെലവായ എത്ര രൂപ ചെലവായി? 12,500, 12,500 രൂപ ചെലവായി അല്ലെ. ആ ചെലവായ രൂപ എന്ത് ചെയ്തു? ഇവർ ഈ സംഘത്തിലുണ്ടായിരുന്നവർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോരുത്തരും എത്ര രൂപ എടുത്തു എന്നാണ് പറഞ്ഞത്? ഈച്ച് ഹാഡ് ടു പേ 2,500 റുപ്പീസ്. ഓരോരുത്തരും എത്ര രൂപ എടുത്തു? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2,500 രൂപ വെച്ച് എടുത്തു. അങ്ങനെയാണെങ്കിൽ എത്ര പേരുണ്ടായിരുന്നു ആ സംഘത്തിൽ? ഇതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. എത്രയോ പേര് നമുക്കറിയില്ല, ആ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവർ ഒരു ടൂറിന് പോയപ്പോൾ മൊത്തം ചെലവായ തുക 12,500, അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഓരോരുത്തരും 2,500 രൂപ വെച്ച് എടുക്കേണ്ട വന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര പേരായിരിക്കും ഈ ടൂറിന് പോയിട്ടുണ്ടാവുക? അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എത്ര പേരുണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? അതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ നമ്പർ ഓഫ് പേഴ്സൺസ്, നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദി ഗ്രൂപ്പ്, അതായത് സംഘത്തിലുണ്ടായ ആളുകളുടെ എണ്ണം, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കതിന് എക്സ് ആണെന്ന് കൊടുത്തു. ഇനി എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? അവർ ചെലവാക്കി തുക തന്നിട്ടുണ്ട് അല്ലേ. മൊത്തം എത്ര രൂപ ചെലവായി? 12,500 രൂപ ചെലവായി അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? എമൗണ്ട് ദേ സ്പെൻഡ്, എമൗണ്ട് ദേ സ്പെൻഡ്, അതായത് അവര് ചെലവാക്കിയ തുക അല്ലെ. മൊത്തം എത്ര ചെലവാക്കിയവര്? 12,500 രൂപ ചെലവാക്കി. അതായത് ഈ ഗ്രൂപ്പിൽ എത്ര രൂപ നമുക്കറിയില്ല, അത് എക്സ് ആണെന്ന് വിചാരിക്കുക. അവര് എന്ത് ചെയ്തു? 2,500 രൂപ വെച്ചെടുത്തു. എടുത്തപ്പോൾ എന്ത് കിട്ടി? ഈ എമൗണ്ട് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും പേര്, അതായത് എക്സ് പേര്, ഇതിപ്പോ 3 4 5 എത്ര പേരായിക്കോട്ടെ, അവര് 2,500 രൂപ വെച്ചെടുത്തു അല്ലെ. അപ്പൊ എക്സ് × 2,500, അപ്പൊ എന്ത് തന്നു? അപ്പൊ ഈ എമൗണ്ട് കിട്ടി, 12,500 രൂപയായി. ഈ ടൂറിന് പോയ ഇത്രയും പേര് 2,500 രൂപ വെച്ച് എടുത്തപ്പോൾ ഈ പൈസയായി അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് × 2,500 = 12,500 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് = 12,500 ഇൻറ്റു അല്ലെ, ഇൻറ്റു എന്നല്ല ഇവിടെ. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്താവും? ബൈ നായി മാറി അല്ലെ, ബൈ 2,500. അപ്പൊ ഇത് നമുക്ക് ഹരിക്കാൻ അറിയാലോ. ഈ പൂജ്യങ്ങൾ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തോളൂ അല്ലെ. ഇവിടെ 2 0, ഇവിടെ 2 0. അപ്പൊ 2 0 2 0 ക്യാൻസൽ ചെയ്തു. ഇനി എന്ത് വരും? 125/25 അല്ലെ. 125 ഹരിക്കണം 25. നമുക്കിത് പെട്ടെന്ന് ഹരിക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ 100 ആണെങ്കിൽ 100ൽ എത്ര 25 ഉണ്ട്? 425 അല്ലെ. 100ൽ 425 ആണ് നമുക്കറിയാലോ. 425 കൂടി കഴിഞ്ഞാൽ 100. ഇവിടെ 125 ഉണ്ട്. അപ്പൊ എത്ര വരും? 4ഉം 1ഉം 5 അല്ലെ. അപ്പൊ 5 25 ആണ് 125. 5 × 5 5, ബാക്കി 2, 5 × 2 10, 2 12. നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അതായത് എക്സ് 5 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേഴ്സൺ അല്ലെ. എത്ര പേര് ഗ്രൂപ്പിലുണ്ടായിരുന്നു? നമ്പർ ഓഫ് പേഴ്സൺ, അതായത് ഗ്രൂപ്പിലുള്ള ആളുകളുടെ എണ്ണം എത്രയാണ്? 5 പേര്. അപ്പൊ 5 പേര് വെച്ചിട്ട് 2,500 രൂപ വെച്ചെടുത്തപ്പോൾ എത്ര കാശിയായി? 12,500 ആയി. മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ
12 gives 756. വാട്ട് ഈസ് ദി നമ്പർ? കേട്ടോ, വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സംഖ്യയെ, ഒരു നമ്പറിനെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ, ഏത് നമ്പർ ആണെന്ന് നമുക്കറിയില്ല, നമ്പറിനെ എക്സ് ആണെന്ന് കൊടുത്തു. ഇനി ഈ സംഖ്യയെ എന്തുകൊണ്ട് ഗുണിച്ചപ്പോഴാണ്? നമുക്ക് 12 കൊണ്ട് ഗുണിച്ചപ്പോൾ അല്ലെ. അപ്പൊ എക്സ് ഇൻറ്റു 12. അപ്പൊ എക്സിനെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ എത്ര കിട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്? 756 കിട്ടി. കണ്ട, എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുമെന്ന് നോക്കിയാൽ. എക്സ് ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 756. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 756 ഇൻറ്റു 12. ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ബൈ 12 ഹരിക്കണം 12. അപ്പൊ നമുക്ക് ഒരു പണിയാം, 756 ഹരിച്ചു നോക്കാം. 756 ഹരിക്കലൊക്കെ എല്ലാവർക്കും അറിയില്ലേ? 12 അല്ലെ. നോക്കിയ 7 ഹരിക്കാൻ പറ്റില്ല. അപ്പൊ 75. 75 എത്ര 12 ഉണ്ട്? അപ്പൊ 6 ഇൻറ്റു 2 12, ബാക്കി 1, 6ഉം 1ഉം 7, 72. ഇനി നമുക്ക് കുറയ്ക്കുമ്പോൾ 3 6 ഇറക്കിയിട്ട് അല്ലെ. ഇനി 12 എത്ര അല്ലെ? 36 എത്ര 12 ഉണ്ട്? 3 12 അല്ലെ. 3 12, 3 ഇൻറ്റു 12 ആണ് 36. അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടി? 63. അപ്പൊ ഏത് സംഖ്യ 12 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 756 കിട്ടിയത്? അപ്പൊ നമ്പർ ഈക്വൽ ടു 63. ഇനി നമ്മുടെ നാലാമത്തെ ചോദ്യം നോക്കിയേ. എ നമ്പർ ഡിവൈഡഡ് ബൈ 21 ഗീവ്സ് 756. വാട്ട് ഈസ് ദി നമ്പർ? അതായത് ഒരു സംഖ്യയെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, ഹരിച്ചപ്പോൾ 756 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത പോലെ തന്നെ നമ്പർ ഏതാണെന്ന് വിചാരിക്കുക? എക്സ് ആണെന്ന് വിചാരിച്ചു. ആ നമ്പറിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അല്ലെ. അപ്പൊ 21 കൊണ്ട് ഈ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോണ്. അപ്പൊ എക്സ് ബൈ 21 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര നമുക്ക് ഉത്തരം കിട്ടി? 756 തന്നെ കിട്ടി. 756. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ് ചോദ്യം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഈസ് ഈക്വൽ ടു 756. ഇവിടെ ഹരിക്കണം 21 അല്ലെ, ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഗുണിക്കലായി മാറും അല്ലെ. ഹരിക്കല് ഗുണിക്കലാവും, ഗുണിക്കല് ഹരിക്കലാവും. അപ്പൊ 756 ഈ ബൈ എന്നുള്ളത് ഇൻറ്റു 21 സീക്വൽ ടു, ഒന്ന് വേഗം ഒന്ന് ഗുണിച്ചു നോക്കാം. 756 ഇൻറ്റു 21 അല്ലെ. 1 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 756 തന്നെ കിട്ടി. ഇനി 2 ഗുണിച്ചാലോ? 12, 1, 2 11, 11, 1, 14, 1, 15. എത്ര കിട്ടി? 6, 7, 8, 5, 1, 15, 876 അല്ലെ. അതായത് നമ്പർ, ഏത് സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചാലാണ് 756 കിട്ടുക? 15,876. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.